ബംഗാളി ഭാഷ സംസാരിക്കുന്നവർക്ക് ആ ഒരു വികാരമുണ്ട്. അതെ. അപ്പം മമതാ ബാനർജി ഇപ്പൊ ആ രീതിയിലുള്ള ക്യാമ്പയിനിങ് ആണ് നടത്തുന്നത്. വലിയ സമനില തെറ്റിയ രീതിയിലൊക്കെയാണ് ഇപ്പൊ പ്രതികരിക്കുന്നത്. അതായത് BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ബംഗാളിലെ പല ഭാഗങ്ങളും ബീഹാറിന്റെ ഭാഗമാക്കും. അതുകൂടാതെ പല രീതിയിൽ ഇത്തരം മത്സ്യം കഴിക്കുന്ന സംഭവം ഇല്ലാതാവും. അതായത് മീനാണല്ലോ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം. അപ്പൊ അത് നിരോധിക്കും. മത്സ്യം കഴിക്കാൻ പറ്റില്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഒരു ബംഗാളി വികാരം ഒന്ന് ആളി കത്തിക്കാനുള്ള ശ്രമം മമത നടത്തുന്നത്. പക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ അത് അത്ര ഏശുന്നില്ല എന്നുള്ളതാണ് BJPക്ക് മുമ്പിലുള്ള ഒരു പ്രധാന അനുകൂല ഘടകം. BJP ടാക്ടിക്സ് മാറ്റി. ഒന്നാമത് അവരുടെ ഫുൾ മെഷീനറി അവിടെ വർക്ക് ചെയ്യാണ്. അമിത്ഷാ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഏറെക്കുറെ ഫുൾ ടൈം ബംഗാളിലാണ്. അതായത് ജനങ്ങളെ ഒരു കോൺഫിഡൻസ് കൊടുക്കുക. അതായത് അവിടെ ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആൻറ്റി ഇൻകംബൻസി വളരെ ഹെവിയാണ്. പക്ഷെ ഭയമാണ് ആളുകൾക്ക് വോട്ട് ചെയ്യാൻ. അതാണ് അവിടുത്തെ അക്രമ സംഭവങ്ങൾ, അതാണ് വയലൻസ്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതിന് ശേഷം വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് BJP പ്രവർത്തകരും BJPക്ക് വോട്ട് ചെയ്തവരും പോയത്. വ്യാപകമായ അക്രമമാണ് തൃണമൂൽ കോൺഗ്രസ് അഴിച്ചുവിട്ടത്. അപ്പോൾ ഇത്തവണ മത്സരം ടൈറ്റാണ്. ഇപ്പോൾ ഒരു 125-165 ആ റേഞ്ചിലാണ് നിൽക്കുന്നത് ഒരു സീറ്റ് പ്രൊജക്ഷൻ. അത് ചിലപ്പോൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഒരു 20-25 സീറ്റ് മറിയുകയാണെങ്കിൽ ഔട്ട്കമ്മിനെ ബാധിക്കും. BJPക്ക് സാധ്യതയുണ്ട്. ഒരു അട്ടിമറി ജയം നേടാൻ BJPക്ക് സാധ്യതയുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് മുമ്പിൽ BJP ആ രീതിയിൽ പൊസിഷൻ ചെയ്യണം. അതായത് ഞങ്ങൾ ജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിയെടുക്കണം. അത് നിർണായകമാണ്. വോട്ടർ ടേൺഔട്ട് കൂടും. അതെ, വോട്ടർ ടേൺഔട്ട് കൂടും. അതുകൂടാതെ വലിയ തോതിൽ തന്നെ ഈ ആൻറ്റി ഇൻകംബൻസി വോട്ട് BJPയിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി BJPക്ക് കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് അമിത്ഷായും ഭൂപേന്ദ്ര യാദവ്, പിന്നെ അതുകൂടാതെ നിത്യാനന്ദ റായ്, പിന്നെ ബിപ്ലബ് കുമാർ ദേബ്, പിന്നെ സുനിൽ ബൻസൽ BJP നാഷണൽ ജനറൽ സെക്രട്ടറി, ഇവരെല്ലാവരും കൂടെ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അമിത്ഷാ രാത്രി പ്രത്യേക യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതായത് ഇവിടെ പ്രശ്നമില്ല, നമ്മൾ അധികാരത്തിൽ വരും എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കുക. അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് കേന്ദ്ര സേനയുടെ സാന്നിധ്യത്തിൽ തീർച്ചയായും സമാനതകളില്ലാത്ത രീതിയിലുള്ള വലിയൊരു വിന്യാസമാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. മമതാ ബാനർജിയുടെ കൺട്രോൾ ഇപ്പം പോലീസിലില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല 2 ഘട്ടമായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ 8 ഘട്ടം അങ്ങനെ എന്തോ ആയിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ തൃണമൂലിൻ്റെ ഗുണ്ട ടീം മൊത്തം അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകും. ഇത്തവണ അത് നടക്കില്ല. കാരണം 23, 29 2 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം മമതയ്ക്ക് ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മമതയെ ഭയപ്പെടുത്തുന്നത്. BJPയുടെ ഏറ്റവും വലിയൊരു ഫാക്ടർ, ഒരു പ്രോബ്ലം, അവർക്കൊരു വെല്ലുവിളി എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ പല ഇടങ്ങളിലും അവർക്ക് ലോക്കലി അത്ര നെറ്റ്വർക്ക് ഇല്ല. കാരണം പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തൊരു പാർട്ടിയാണല്ലോ. കാരണം BJP ഒരു 3-2 സീറ്റ് മാത്രം നേടിയിരുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ അതുപോലെ ഇല്ലാത്തൊരു അവസ്ഥയെന്നാണ് ഇത്രയും വലിയൊരു ചേഞ്ച് ഉണ്ടായി. പഴയ CPM-മാരാണ് മൊത്തം ഇപ്പം BJP ആയിരിക്കുന്നത്. അതാണ് ഫാക്ടർ. നക്സൽ ബാരി എന്ന് പറയുന്ന വസന്തത്തിന്റെ ഇടിമുഴക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആ സ്ഥലത്ത് ഇപ്പം BJPയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയയാണ് നക്സൽ ബാരി. അവിടുത്തെ MP ആണെങ്കിലും MLA ആണെങ്കിലും ഒക്കെ BJP ആണ്. അപ്പോൾ ആ ഒരു മാറ്റമുണ്ട്. ഇപ്പോൾ ഒരു 10 പേരെ നമ്മൾ പരിചയപ്പെടുകയാണ്, ഇപ്പോൾ ബംഗാളിലൂടെ സഞ്ചരിക്കുമ്പോൾ പരിചയപ്പെടുകയാണെങ്കിൽ അവർ BJPക്കാരാണെന്ന് ഐഡൻറ്റിഫൈ ആണ്. അവരിലെ 8 പേരും CPM-ന്ന് വന്നവരാണ്.